ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചന്ദ്രികാസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ് സ്റ്റഫ്ഡ് മാംഗോ ഐസ്ക്രീം. മാംഗോയുടെ ഉള്ളിൽ നമ്മൾ സ്റ്റഫ് ചെയ്ത് വയ്ക്കുന്നതും ഐസ്ക്രീമാണ്, അതായത് മാംഗോ ഐസ്ക്രീം തന്നെയാണ്. പിന്നെ നമുക്കിതിൻ്റെ പുറത്തൊരു മാംഗോയിൻ്റെ കോട്ടിങ്ങും കൂടെ വരും, അതായത് മാംഗോയിൻ്റെ ഒരു റൗണ്ടും കൂടെ വരും. അപ്പോൾ ഇത് ഒരുമിച്ച് കഴിക്കാനായിട്ട് വളരെയധികം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ മാംഗോയുടെ നല്ല സീസണാണ്. സ്റ്റഫ്ഡ് മാംഗോ ഐസ്ക്രീം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 പഴുത്ത മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്ത് മാങ്ങ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, പക്ഷേ പഴുത്തതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പഴുത്തതിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് ഉണ്ടാവുക. ഇതിനു മുമ്പ് മാങ്ങ കൊണ്ട് നമ്മളൊരു പുഡിംഗ് റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുകയും അതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സീഡ് എടുത്ത് മാറ്റണം. അതിന് വേണ്ടിയിട്ട് മാങ്ങയുടെ അറ്റത്ത് ഇതേപോലെ നമുക്ക് കത്തി കൊണ്ടിട്ട് ഒന്ന് മുറിച്ച് കൊടുക്കാം. മുറിച്ച് മാറ്റാവുന്നതാണ്. നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. മുറിച്ച് മാറ്റിയ ഭാഗം നിങ്ങൾ കളയരുത്, നമുക്കിതിന് ആവശ്യമുണ്ട്. ഇനി നമുക്കതിൻ്റെ സീഡ് ഇതേപോലെ ഒരു കത്തി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഉള്ളിലേക്ക് ഇതേപോലെ കുത്തി കൊടുത്തിട്ട് അതിനൊന്ന് വിട്ട് വരേണ്ട രീതിയിൽ ആക്കാം. എന്നിട്ട് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ പാത്രങ്ങളൊക്കെ പിടിക്കുന്ന പ്ലക്കർ ഉണ്ടല്ലോ, അതിൻ്റെ തിരിച്ച് വെച്ചിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതേപോലെ പ്ലക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ജസ്റ്റ് ഒന്ന് കറക്കി ട്വിസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ ആ ഒരു സീഡ് ഇളകി പോന്നോളും. ഇനി വേണ്ടത് അതിൻ്റെ ഉള്ളിലെ പൾപ്പ് കുറച്ച് നമുക്കെടുത്ത് മാറ്റാം. മുഴുവനായിട്ട് എടുക്കരുത്, നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് പൾപ്പ് എടുത്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. രണ്ടാമത്തെ മാങ്ങയും ഞാൻ അതേപോലെ തന്നെ മുറിച്ച് മാറ്റുന്നുണ്ട്. മുകൾ ഭാഗം കളയരുത്. പിന്നീട് നമുക്ക് കത്തി ഉപയോഗിച്ച് സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി എടുത്തിട്ട് പ്ലക്കർ ഉപയോഗിച്ച് നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. കൈകൊണ്ട് ചെയ്യരുത്, കൈകൊണ്ട് നമ്മൾ ഇളക്കി എടുക്കരുത്. കാരണം അല്ലെങ്കിൽ കൈകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നല്ല വൃത്തിയോടുകൂടെ വരത്തില്ല. ഇങ്ങനെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് സീഡ് പുറത്തെടുക്കാൻ പറ്റും. ആ ഒരു മാങ്ങ ഇങ്ങനെ ഉടഞ്ഞു പോവേ അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ മാങ്ങയിൽ നിന്നും കുറച്ച് പൾപ്പ് എടുത്തിട്ട് മാറ്റുന്നുണ്ട്. നമുക്കത് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് മാങ്ങയുടെ സീഡിലുള്ള ആ ഒരു പൾപ്പും കൂടെ എടുക്കാം, കാരണം ഒന്നും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കിനി ഇത് ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിസ്കറിൻ്റെ ഒരു ആവശ്യമില്ല. സാധാരണ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൾപ്പ് ഇട്ട് കൊടുക്കുക. ഞാനപ്പം ഫ്രഷ് ക്രീമാണ്, അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമൊന്നുമില്ല, സാധാരണ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പൾപ്പിലേക്ക് നമുക്ക് 2 ടീസ്പൂണോളം ഫ്രഷ് ക്രീം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ടീസ്പൂണോളം മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ ഒരു 1/4 കപ്പ് പാലും കൂടെ നമുക്ക് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐസ്ക്രീം മിക്സ് നമുക്ക് ഈ ഒരു മാങ്ങയുടെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലെ 2 ഗ്ലാസ് ഉപയോഗിക്കണം നല്ലതായിരിക്കും, അല്ലെങ്കിൽ അത് കമിഴ്ന്ന് പോകും. അപ്പോൾ നമ്മളിത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുകൾ ഭാഗം കട്ട് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ, അത് വെച്ചിട്ട് നമുക്ക് മൂടിയിട്ട് നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റാം സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓവർനൈറ്റ് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് പിറ്റേ ദിവസം വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 6 to 8 hours എങ്കിലും നിങ്ങൾ ഫ്രീസറിൽ ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇപ്പോൾ നമ്മൾ ഈ മാങ്ങയുടെ പുറം ഭാഗത്തെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളിത് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ തൊലി എടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ ഐസ്ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഫ്രീസായാൽ മാത്രമേ നമുക്ക് ഈ തൊലി കറക്റ്റായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഫെയിലായിപ്പോവും. അത് നമുക്ക് കത്തി കൊണ്ട് എടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടില്ല. കത്തി കൊണ്ടോ അല്ലെങ്കിൽ പീലർ കൊണ്ടോ എടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് കട്ടിയായിട്ട് ഐസായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഇതേപോലെ പീൽ ചെയ്താൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള സ്റ്റഫ്ഡ് മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് വട്ടത്തിൽ ഇതേപോലെ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇത് കഴിച്ചോളണം. കുറച്ച് നേരമൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റഫ് ചെയ്തിരിക്കുന്ന ഐസ്ക്രീമൊക്കെ മൊത്തം മെൽറ്റായി പോകും. അവസാനം ഐസ്ക്രീം വേറെ മാങ്ങ വേറെ ആയിട്ട് കഴിക്കേണ്ടി വരും. സെർവ് ചെയ്യുമ്പോൾ ആവശ്യത്തിന് ഇഷ്ടമുള്ള നട്ട്സ് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ടോപ്പിംഗ്സ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റഫ്ഡ് മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തും കൂടെ നോക്കണം. കാരണം ഇപ്പോൾ മാംഗോയുടെ സീസണൊക്കെയാണ്, എല്ലാവിടെയും അവൈലബിൾ ആണ്. ഒരിക്കലും ഈ ഒരു റെസിപ്പി മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. താങ്ക്